എന്റെ അളിയാ ഇത് എന്തൊക്കെയാടാ ഇത്? എന്താടാ കാണണേ? What the fuck? എന്റെ അമ്മു എന്തൊക്കെ കിടക്കണ? ഇത് എന്തായി കിടക്കണേ? മണി ടോക്ക് സത്യം. സാബ് നൈറ്റ് ക്ലബ്ബ്, സാബ് ഗുരു അസോസിയേറ്റ്, സാബ് ഗുരു ഫ്യൂവൽസ്, സാബ് ഗുരു ആൻഡ് ഷെയ്ഖ് ഫിനാൻഷ്യൽ ബാങ്ക്. അങ്ങേര് വെറും കള്ളനാണ് കേട്ടാ കോച്ച്. അങ്ങേര് പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി അങ്ങനെ ഗ്യാരേജ് ഇവണ്ടി പണി തീർന്നില്ല പിന്നെ തരാന്ന്. ജിപേലൊന്നും അയക്കണ്ട, ജിപേലൊന്നും അയക്കണ്ട. നിങ്ങൾ ചില്ലായിട്ട് ലൈവ് കാണാം, സന്തോഷത്തോടെ ലൈവ് കാണാം. കറണ്ട് വന്നോ? കറണ്ട് വന്നു അല്ലെങ്കിൽ ഓഫ് ആവണ്ടോ? കറണ്ട് വന്നു, കറണ്ട് വന്നു. എന്റെ അളിയാ ഇത് എന്തൊക്കെയാടാ ഇത്? ഈ ഹെലികോപ്റ്റർ ഉണ്ടോ മറ്റേ വെള്ളത്തിനകത്തൊക്കെ മറ്റേ മുഷിയില്ലേ, മുഷി അത് ഇരിക്കുന്ന പോലെ അതിന്റെ ഒരു ഷേപ്പ്, അതിന് രണ്ട് ചിറക് വെച്ച് അവതാരണത്തൊക്കെ സാധനം പോലെ അല്ലേ? ഓക്കെ, ഇത് ചത്ത്. ഇത് പെങ്കൊച്ചാണോ കൊച്ചു ചെറുക്കനാണോ? ഹലോ, അടുത്ത പരിപാടി എവിടാണ്? അടുത്ത പരിപാടി നമ്മൾ ലൊക്കേഷനിൽ എത്തിയാര് നമ്മളെ കൊണ്ടുവന്ന് ഇങ്ങോട്ട്. സബ്ഗുരു, ഇത് സബ്ഗുരുവിന് ഐലൻഡിൽ പണിതാണത്. ഇതാണല്ലേ വീട്? അപ്പൊ ഇങ്ങോട്ട് വണ്ടിയിൽ വരാൻ പറ്റില്ലല്ലേ? എപ്പോഴാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹ്യൂമൻ ലാബ്സിന്റെ ഇപ്പുറത്തായിട്ട് ഒരു ബീച്ചിലാ. ഹ്യൂമൻ ലാബ്സിന്റെ അവിടെ എന്തോ ഒരു പാലമുണ്ട്. അതാണോ? എന്തോ എന്താ കാണണേ? What the fuck? അപ്പുറത്തുണ്ട് വണ്ടി, അപ്പുറത്തേക്കുണ്ട് വലിയൊരു. എന്റെ അമ്മു എന്തൊക്കെ കിടക്കണ? ഞാൻ ഇതൊന്ന് കണ്ടിട്ട് പോട്ടെ. നേരെ ചുമര സാധനം നേരെ കണക്ക് നോക്കുക. എന്താ ഓട്ടോറിക്ഷ? അങ്ങോട്ട് നോക്കി. ഇത് എന്തായി കിടക്കണേ? ഇതിലൊന്നും കേറാൻ പറ്റില്ല കേട്ടാ. പറ്റൂടാ, ഇത് ഓടിക്കാൻ പറ്റും. ഇതെല്ലാം ഓടിക്കാൻ പറ്റും കേട്ടാ. മണി ടോക്ക് സത്യം. ഇല്ല എന്റെ അമ്മ, ഇത് ഓടിക്കാൻ പറ്റൂ? ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇല്ല, ഞാൻ ജസ്റ്റ് ഓടിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. വെടിവല്ല നോക്കാൻ പറ്റുമോ? ഇതേത് യൂണിവേഴ്സ് അല്ലേ? പാത്തുവിനെ അവിടെ കൊണ്ടേ. ഹലോ, പാത്തുവിനെ അവിടെ കൊണ്ടേ.
ഈ വണ്ടി ഓടിച്ചു നോക്കി, ഈ വണ്ടി ഇത് ലോക്കാ. സാബന്തി സാബന്തി സാബ ഈ വണ്ടി അൺലോക്ക് ചെയ്യോ? ഈ ചെറിയ വണ്ടി അസുനെ പരിചയപ്പെടുത്തതൊന്നും ജാടേടാ. അൺലോക്ക് എടുത്തോ, അസന എടുത്തോ. എനിക്ക് പുറത്താണ്. എന്റെ അമ്മ ഇതൊക്കെ എന്ത് കിടൽ. ഹലോ വണ്ടി താഴോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? പറഞ്ഞോ വണ്ടി താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. உங்களை பாக்குறதுக்கு ஓடி வந்திருக்கேன் இந்த கடலுக்கிட்ட. ഓ പേരെന്താ? നിങ്ങളെ പിക്ക് ചെയ്യണോ? വെയിറ്റ് ചെയ്യ്. பேரு ட்ரிவின் போய். ട്രിവിൻ ബോയ്. ഹായ് ട്രിവിൻ ബോയ്. ഒരു മിനിറ്റ് വണ്ടി ആ ഹില്ലി എടുത്ത് വരാം. ஹலோ கண்டே സന്തോഷം. ഇപ്പോഴേ ഓടാൻ തുടങ്ങണം. അല്ല ഹില്ലി എടുത്തിട്ട് ഞാൻ വണ്ടിയെല്ലാം കണ്ടിട്ട് വരാവേ. അത്ര ஆ ஓகே அண்ணா. ഇവിടെ ഈ സൈഡ് നോക്കടാ. വേറെ ചങ്ങല ഇട്ടിട്ടിരിക്കുന്നു. ലാബിന്റെ അവിടെ വണ്ടി ഇട്ട് നടന്നു പറഞ്ഞ താഴോട്ട്, അല്ലെങ്കിൽ ഇവിടെ കത്തലായിരിക്കും പറയാൻ പറയാം. ഇതിന്റെ പിങ്കാണ് എനിക്ക് തരാന്ന് പറഞ്ഞ് പറ്റിച്ചത്. ഇപ്പൊ എങ്ങനെ ചോദിക്കും ഞാൻ? ഇതിന്റെ പിങ്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇവരൊക്കെ തൊട്ട് താഴെ എങ്ങനെയാ വീട്ടിൽ ചോദിക്കുന്നത്? ഹലോ ഹലോ ആ എന്താ ബ്രോ പറഞ്ഞോ. എന്റെ പേരാണ് മല്ലയ്യ. ഹായ് മല്ലയ്യ, സുഖമാണോ? ഹലോ സുഖാണ്. നൈസ് ടു മീറ്റ് യു മല്ലയ്യ. നാനാണ് ഈ നാട്ടിലെ ഒഫീഷ്യൽ. എന്താ നാനാണ് ഈ നാട്ടിലെ ഒഫീഷ്യൽ. ഒഫീഷ്യൽ തെണ്ടിയാ? ഓ അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാനിവിടെ തെണ്ടിയാണ് ജീവിക്കുന്നത്. പഠിക്കൊന്നും പോവാറില്ല? പണിക്ക് പോയി, ഇവിടെ ട്രക്കോട്ടാൻ പോയി. ദൈവം ട്രക്കോട്ടാൻ പോയി. ട്രക്ക് തന്നു, ട്രെയിലർ തന്നു, ഡെലിവറി ചെയ്ത് തിരിച്ചു വരുമ്പത്തേക്ക് ട്രക്കും ഇല്ല, നാനും ഇല്ല, പൈസ ഇല്ല. ദൈവം. ഒരു ദിവസം തെണ്ടി ആവറേജ് എത്ര കിട്ടും? 6 കോടി. അതെ, ഇവിടെ ആരെ കൊണ്ട് പറ്റൂല. വാ 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 ഇറങ്ങാം വാ. പിന്നെ 6 കോടി രൂപയോ? 1300 രൂപയ്ക്ക് പമ്പെടുത്തിട്ട് അവിടെ പോലെ കിട്ടണല്ലേ ഇതൊന്നും? 15 കോടി വരെ ഉണ്ടാക്കി. കോടി തന്നു. ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാ? ഡെയിലി ഈ ഒരു ആവറേജ് അല്ല, ഡെയിലി ഈ ഒരു ആവറേജ് എമൗണ്ട് കിട്ടുന്നുണ്ടോ? അറൗണ്ട് ഒരു 4 to 5 സ്കാൻ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഏതൊക്കെ ഏരിയയിലാണ് തെണ്ണാൻ പോണത്? അങ്ങനൊന്നുമില്ല, ആരെ കണ്ടാലും കേറി ഈ സാബുവിന് 2 കോടി മനസ്സിലായി മനസ്സിലായി. സാബുര് ഇത്രയുള്ള ടോട്ടൽ വീട് ഇത് വീടല്ലല്ലോ, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ? വീട് പോലല്ലേ? ഓക്കെ എത്തിയില്ലേ? ചെറിയ വീടാണ്. അധികം ഇങ്ങനെ വിശാലാക്കിയിട്ടില്ല. അതെ അതെ അതെ, ഭയങ്കര ചെറുതായി പോയി. എത്ര വട്ടം കണ്ടാലോ ഇത് അറിയില്ലാന്ന് പറഞ്ഞു പോകും. എന്തുകൊണ്ടല്ലേ കൊള്ളാല്ലേ ഇന്ത്യതൊക്കെ. ഇതാരും ബ്രൈറ്റ് ഫോക്സ് അല്ലേ ഇത്? ഫെയർവെൽ പങ്കജാക്ഷൻ പിള്ളേ. ഇത് എലിയല്ലേ? ഇത് എലിയല്ലേ? ഇത് പങ്കജാക്ഷൻ പിള്ളയാ? ഇതാരാണ്? സാഗുരി സാഗുരി ഇതാരാ? പങ്കജാക്ഷൻ പിള്ള അമ്മാവനായിരുന്നല്ലേ? പന്നിപ്പരിയോ? ഇത് പന്നിപ്പരി പിടിക്കേണ്ട സാധനമാണ് സത്യം. പങ്കജാക്ഷൻ പിള്ള. അയ്യോ, എവിടെ കണ്ട് പരിചയം ഇത് എലിയല്ലേ? സത്യം ഇത് ശരിക്കും എലിയല്ലേ? തെണ്ടില്ല അയാളെ കണ്ട ഇപ്പുറത്തെ ഐറ്റം കിടക്കണ്ട, ഇങ്ങോട്ട് വാടാ. എടാ എലി അങ്ങനെ പറയല്ലേ. അറബി നോക്കി വരണേ, ചിലപ്പോ വൈദ്യുതി വീഴും. ജിമ്മ് അണ്ണാ ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോകുന്നു കേട്ടോ. ഇനി കാര്യമില്ലല്ലോ, ജിമ്മ് മാത്രമേ കാര്യമില്ലല്ലോ. ഇതൊക്കെ വർക്കാവോ?
മന്ദാരം ഉടക്കനെ തുടങ്ങിയട്ടെ. അതിന്റെ താരം ഇല്ല. ഞാൻ കൊറേ മിനിറ്റ് നോക്കി. ഹോ, ഡേയ്. ഇവിടെ ഫോട്ടോ ഒക്കെ അപ്പാപ്പനെ കുറിച്ച് ചന്ദ്രൻ കാർലോ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. എല്ലാരും ഉണ്ട്. ദൈവങ്ങളൊക്കെ ഉണ്ടല്ലേ. വിഷയം എവിടെ വാസണ്ണ? ഞങ്ങളെ മേളില് വീടിന്റെ മേളില് വസണ്ട അങ്ങോട്ടോ 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 വണ്ടി ഇവിടെ കിടക്കും. താഴെ വണ്ടി നോക്കി. നീ മേളിലോട്ട് വാ. നടക്കണില്ല. പറ്റിയാണ് അത്ര. ഇങ്ങോട്ട് 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 ഉള്ളോട്ട് കയറും ഉള്ളോട്ട് കയറും ഉള്ളോട്ട് കയറും അണ്ണ ഇതെന്താണ് ഈ പുറത്തോട്ട് വാസണ്ണനെ വിടറാ. അകത്തോട്ടൊന്ന് വിടുവോ എന്നെ? ബാക്കോട്ട് നോക്കിയാ ശരിയാ ബാക്കോട്ട് സിനിമ തിരിയിരിക്കണം അപ്പൊ. കണ്ണാടി അയ്യോ അവിടെ കത്തല കേട്ടോ ഭയങ്കര. അവിടെ കത്തല കത്തല കത്തല. അണ്ണ ഒരു കാര്യം പറടാ. ശ്രദ്ധിച്ചാ? സിനിമയുടെ പോസ്റ്റർ ഒന്ന് നോക്കിയാണ് സെമ്പുരാൻ ലോമ. സെമ്പൂറ നീ നോക്ക് സെമ്പുരാൻ ലോമ. ബ്രഹ്മയുമം ബ്രഹ്മയുമം. അണ്ണന്റെ ഫോട്ടോ ഞാൻ കണ്ടതേ ഇവിടെ കണ്ട. ജോൺസിന ഹായ് സുഖം സുഖം സാബ് നൈറ്റ് ക്ലബ്ബ്, സാബ് ഗുരു അസോസിയേറ്റ്, സാബ് ഗുരു ഫ്യൂവൽസ്, സാബ് ഗുരു ആൻഡ് ഷെയ്ഖ് ഫിനാൻഷ്യൽ ബാങ്ക്. കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ എന്തോരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതല്ലേ. കണ്ട് 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 കണ്ട്. വസണ്ട ഓ ഇരിക്ക്, ഇരിക്ക്, വസണ്ട ഇരിക്ക്. അടുത്തത് വേണ്ടെന്ന് അറിയോ? നിങ്ങളുടെ തന്നെ ഒരു പ്രതിമ വേണം. നിങ്ങളെ പ്രതിമയോ? ഇങ്ങനെയാണോ ഇങ്ങനെ കിടക്കുന്നത്? ആരും ഫുഡ് കൊടുത്തില്ലേ? കോച്ചിരുന്നോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം കേട്ടറാ. നഷ്ടം മാത്രമുള്ള ഒരു പമ്പ്. ഡോർ തുറക്കാൻ പറയാം. അതാണ് നമ്മുടെ ആകെയുള്ള സമ്പാദ്യം. ബ്രോ ഡോർ തുറക്കുங்க. അണ്ടി ഫാക്ടറി ഇതുവരെ വന്നില്ലടാ. അണ്ടി ഫാക്ടറി വരാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്, അതാ പ്രശ്നം. ഹലോ ചന്ദ്രൻ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഓ അതെ അതെ. കുറച്ച് സാധനങ്ങൾ വരാം. ഹൈലി എക്സ്പെൻസീവ് ആണ് സിറ്റിയിലും സാധനങ്ങൾ. ഓക്കെ ഇത് 3 വെച്ച് കഴിച്ചാല് കിക്കാവും. ഒരു ഡ്രിങ്ക് കേട്ടോ. 3 വെച്ച് കഴിച്ചാലേ അതൊന്ന് ട്രൈ ചെയ്തു. ഓരോ ഡ്രിങ്ക്സിന് 10 ലക്ഷം രൂപ വില ഉണ്ട് കേട്ടോ സിറ്റിയില്. നമുക്ക് നമ്മളെ ഗ്യാങ്ങിനെ കുറച്ചേര് പുറത്തേക്ക് പോട്ടെ. അതാ ഇറങ്ങി വണ്ടി കൊണ്ടല്ലോ വാസണ്ണ കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഇറ്റാലിയൻ റാസ്ബെറി റമ്മൻ കോക്ക്. ബ്രൗൺ ഷുഗർ, ബ്ലൂ സോറ്. കൊച്ചു ചേർക്കാൻ ഏതായി ആടാത്? ഏത് കൊച്ചു പയ്യന്റെ സൗണ്ട് കേട്ടോ ഇവിടെ? ഓ അത് മറ്റേ നമ്മുടെ സബ്ഗുരുന്റെ പി എ. അതെ 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 അതെ. 3 കുടിച്ചാലേ കിക്കാവുള്ളൂ കേട്ടാ. 2 ഇടിച്ചു കൊല്ലടാ. 3 30 ലക്ഷം രൂപ വേണേ. തടച്ചിട്ടേക്കണേ. ഓ സൂപ്പർ സാർ. 30 ലക്ഷം രൂപ വേണം ഇവിടെ ഒരു ഫിറ്റ് ആണ് മാറില്ല ക്ലബ്. ആള് കിളിയായേട്ടാ. ഇതേത് സൂക്ഷിച്ച് സ്റ്റെപ്പ് കൂടെ പെടഞ്ഞു വീഴല്ലേ. സംസാരിക്കണ്ട, അതോ നല്ലത്.
ആ അടുത്ത സ്റ്റെപ്പ് വെച്ചാ കടലിലാണ്. ഓ ഇത് എന്താടാ ഇത്? ഹലോ വാസന, ഹലോ. എന്താ ഇവിടൊക്കെ കടന്നിങ്ങനെ ഇരിക്കണം. ഇവിടെയൊക്കെ പിണഞ്ഞ് ചാവണം. വ്യൂ കൊള്ളാല്ലേ? അതെ അതെ, ഇടലല്ലേ നോക്ക്. ഓ, എന്റെ അമ്മോ. ഇത് കടലാണോ? ഹായ് ഹായ് ഹായ്. ആ ദേവക്കുട്ടി പറ. അല്ലല്ല, ഞാൻ ഇവരുടെ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഞാൻ ഒന്ന് നോക്കിട്ട് വരാം ദേവക്കുട്ടി. ഇത് ഈ നോക്കിയാണ്, ഇത് മറ്റേ ബെല്ലാരിലുണ്ടായിരുന്ന നോക്കിയാണ് ഈ T47 കളിക്കുന്നേ. ഇതെന്താ ജെറ്റ് വിമാനോ? സോറി, കണ്ണിന് ചെറിയ കുരുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇവര് എന്താ അവിടെ ചെന്നിട്ട് വാണമാവുന്നതല്ല, വാണങ്ങളെ നോക്കി എടുക്കണതാ. മനസ്സിലായോ? ഇതിന്റെ ഭയങ്കര സംശയമായിരുന്നു എന്റെ. ഒന്നും പറയാനില്ല എനിക്ക്. അല്ല 2060. 11 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് 12 മണിക്കാണ്. കോൺട്രവേഴ്സി ആയി. എന്ത് കോൺട്രവേഴ്സി? ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ. കിട്ടിയില്ല. ഓക്കെ, അപ്പൊ നാളെ മാറുന്നു. സാബിന്റെ മുറി കാണിച്ചില്ലേ? ഇവനെയൊക്കെ ഇതാക്കി നിൽക്കാ ഞാൻ, ഇനി താങ്ങിക്കോട്ട് നിൽക്കാ ഞാൻ ഇനി. എല്ലാം താഴെ കിടക്കും. വസണ്ട ഓ പറയണം. ബാ വരൂ. ഒന്ന് 30 വരുമോ? അപ്പുറണ്ട് വരട്ടെ. പ്രശ്നമല്ലോ. കണ്ണാടിയാ മൊത്തം കാണാം. ഇത് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇങ്ങോട്ട് കാണാമോ? അതാ പറഞ്ഞ, പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ കാണാം, പ്രൈവസി ഇല്ല. ഇവിടെ ജോലി ചെയ്യുന്നവന്മാരെല്ലാം ഫോണും പൊക്കി പിടിച്ചോണ്ട് വരും. എനിക്ക് ചിലത് പറയാനുണ്ട്. ആ കിടില സാധനം കേട്ടാ, വിഷയ സാധനം. ഒന്നും പറയല്ല, കിടില സാധനം. എനിക്ക് കൊറേ കിട്ടി കേട്ടാ. ചന്ദ്ര കിട്ടിയില്ലല്ലോ. കേസ് പിടിച്ചില്ല. ഇല്ലല്ലോ, ഒന്നുമില്ല. ഇവിടെ ഡ്രസ് മാറാൻ പറ്റും. ഏതിനകത്ത്? ഇത് നമുക്കോ? നമുക്ക് മാറാൻ പറ്റും. നോക്കി വാർഡ്രോബ് ഞാൻ മാറി. എനിക്ക് കാണിക്കുന്നില്ലല്ലോ. റൈറ്റ് സൈഡ് റെഡ് കളർ ടീഷർട്ട്. ഇവിടെ ഞാൻ നിൽക്കുന്ന അടുത്ത ഇത് നോക്ക്. ഔട്ട്ഫിറ്റ് ഇതെന്താ? ബ്ലാക്ക്. ഞാൻ മാറി. കത്തിയല്ലോ. ഓക്കേടാ, ഞാനിത് ഉദ്ദേശിച്ച ആള് തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് മാറിപ്പോയതാണോ എന്ന് സംശയമുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ കൺഫേം ചെയ്തോട്ടെടാ. സാബെ വിളിക്കുന്നു. ടിഷ്യൂ പേപ്പറിലല്ലോ സൗകര്യ. ടിഷ്യൂ പേപ്പർ തന്നെ വേണോ? ഒന്ന് ടിഷ്യൂ പേപ്പർ ആള് മാറിപ്പോയതാണോ എന്നൊരു സംശയമേ. സാബെ വിളിക്കുന്നു. ഞാൻ ഒരു കോൾ വിളിച്ചോട്ടെ. ഒരു മിനിറ്റ് കൊച്ചു, ഒരു മിനിറ്റ്. ബ്രോ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. എനിക്ക് മാള് മാറിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് കൺഫേം ചെയ്തോട്ടെ. സാബ് ഒറ്റക്കായോണ്ട് പ്രശ്നമില്ല. കത്തിയില്ല. ഞാനൊന്ന് കക്കൂസി സാബുരിന്റെ
അതേതോ ഒരു തെണ്ടി അണ്ണാ നമ്മുടെ ഗ്യാങ് മൊത്തം കത്തിപ്പോയല്ലോ അണ്ണേ. ശുഭം ലോക്കാക്കി വെക്കണേ. ഹലോ വണ്ടി വലിയ ഗിഫ്റ്റ് ഹലോ എനിക്ക് ചെറുതായിട്ട് ആള് മാറിപ്പോയടാ. ഞാൻ അവന് കറണ്ട് പോയോ എന്റെ. എനിക്ക് ചെറുതായിട്ട് ആള് മാറിപ്പോയാണേ. എടാ സോറി കേട്ടോ. എടാ നിന്റെ അല്ലേ ഞാൻ നോക്കിയ ഉദ്ദേശിച്ചത് എന്താ. ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞു. വേടാ സോറി കേട്ടാ. സോറി എടാ. ആർപിയിലല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ ലൈവിലല്ലേ പറഞ്ഞേ. അവൻ എന്നോട് ചോദിക്കുവാണെ ഞാൻ പറഞ്ഞു. ഓ അതാ വരുന്നു. എങ്ങോട്ടാ വരണ്ടേ? ഇത് വെട്ടിയിടുമ്പോ ഞാൻ പറഞ്ഞോളാം. എങ്ങോട്ടാ വരണ്ടേ? എനിക്ക് ചെറുതായിട്ടൊന്ന് ആള് മാറിപ്പോയതാണേ. സോറിടാ എന്റെ സൈഡ് എന്റെ സൈഡിൽ ഞാൻ സോറി പറയാണ്. എനിക്ക് ആള് മാറിപ്പോയതാ. ഞാൻ ആരെയും ഉദ്ദേശിച്ചില്ലല്ലോ. വേണ്ട. ഇതുവരെ നമുക്ക് എതിരെ ഒന്നും പറഞ്ഞില്ല. പറയുമ്പോ ഞാൻ പറഞ്ഞോളാം. നോക്കിയ സോറിടാ. സോറി എന്റെ മിസ്റ്റേക്കാ. സോറി നോക്കിയ. പുറത്തൊരു 15 പേര് കത്തിയിപ്പുണ്ട് സാബേ. 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ വെളിയിൽ നോക്ക്. എടാ എല്ലാരും കത്തിപ്പോയോ? ഹലോ ചന്ദ്രനൊക്കെ എന്ത് ചെയ്യേ? അല്ല ഞാൻ ഇറങ്ങി കയറാൻ പോയി തട്ടിയ വണ്ടി എന്നാണ് എനിക്ക് എടാ ലോസ്പെക്കാർക്ക് ഇങ്ങനെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇത് പറ്റുവാണ് കാര്യമൊക്കെ. ഇതെന്താ ക്രാഷ് ആവാത്തെ? എടാ ഞാൻ പറഞ്ഞ കേക്കോ? ഹലോ എടാ ഞാൻ കത്തണില്ലടാ. അണ്ണൻ സ്റ്റെക്കായിട്ടേക്കോ അണ്ണ അത് ഒരു കുറച്ചേരം പിടിക്കണം. അത് പോകും. ഞാനും അങ്ങനെ ഇരുന്നു ഡിലേ പിടിക്കും. നമ്മള് പറയണ കുറച്ചേരം കേൾക്കാൻ പറ്റും. എടാ എനിക്ക് F8 പോലും അടിക്കാൻ പറ്റില്ല. അമ്മ ആകെ ശോകമായിട്ട്. മമ്മി ഭയങ്കര ശോകമാണ് കുഞ്ഞാവയൊക്കെ കാണാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് മാറി നിൽക്കണം കഴിച്ച്. എനിക്ക് രണ്ടിടത്തും മാറി നിന്നേ പറ്റുള്ളൂ. ഹലോ ഫുഡ് കഴിക്കാം. ഫുഡ് ഓൾറെഡി കഴിച്ചു. അല്ല ഇത് നമ്മളെ ബ്ലാക്ക് ഫ്രൈഡേ നമ്മളൊരു ഫസ്റ്റ് ഈവന്റ് ആണ്. ചന്ദ്രൻ മമ്മിക്ക് ഭയങ്കര വിഷമാ. മമ്മിക്ക് ഭയങ്കര ഇതാ. ഞാൻ മാറി നിൽക്കുന്നത് ഭയങ്കര വിഷമാണ്. ഹലോ ഓ പറഞ്ഞു ലോറാപ്പിയോ? അതാരാ? ചന്ദ്രൻ ഹെലികോപ്റ്ററിൽ പോയി. ലോറാപ്പി ആരാ? വരാവോ? വരുന്നു. ഒരു സെക്കൻഡ് ഞാൻ റേഡിയോ കണക്ട് ചെയ്തോട്ടെ. ഓ എടുത്തു. കണ്ണാപ്പിയുടെ ഗേൾ ഫ്രണ്ട് ആവും. ഓ എടാ എനിക്ക് അറിഞ്ഞൂടല്ലോ അതിന്. ഞാൻ എങ്ങനെ പോയി പരിചയപ്പെടണം? ഞങ്ങൾ ഇൻ ഗെയിമിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇല്ലല്ല ഞാൻ കത്തിയില്ല. ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളെ കത്തിയാരല്ലോ? അതെ ഇത് വന്നിട്ട് അല്ല ഞാൻ ഫോട്ടോ എടുത്തരാം എല്ലാരും. അണ്ണൻ അറിയാം. ബ്രോ ഞാൻ ഫോട്ടോ എടുത്തരാം. ബ്രോ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അപ്പൊ പുറത്തു വന്നു. അപ്പൊ പുറത്തറിയാം. നീയൊക്കെ എന്താ ഗെയിമിനകത്ത് എനിക്ക് പരിചയമില്ലെന്നല്ലടാ പറഞ്ഞത്. അതിനകത്ത് പുറത്തറിയാന്നാണ്. എല്ലാ പേജിലിട്ടേക്കാം.
താങ്ക് യു കസ്റ്റമർ. എന്താ ഓക്കെ 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 ബ്രോനെ കൂടി വേണോ? ബാക്ക് ചെയ്യുന്നോ? എന്തൊക്കെ വർത്താനം പറയണം നീയൊക്കെ. ഓക്കെ അല്ലേ? ഓടിക്കാറിയത്തില്ലല്ലേ? ആ സൂപ്പർ. ഞാൻ ഇനി എന്താ അടുത്ത പരിപാടി? സാബ്ഗുരു എന്ത് ചെയ്യേ? അതിനെ കുടുംബശ്രീ സത്യം. അറിയാൻ പറ്റും. ഇതെന്താ? ഹലോ ബ്രോ, ഞാൻ കുറെ ബ്രോനോട് സംസാരിക്കാൻ നിൽക്കുന്നു, പക്ഷെ തിരക്ക് കാരണം. പറഞ്ഞോ ബ്രോ. ബ്രോ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം ബ്രോ, പറഞ്ഞോ എന്ത് പറ്റി? ബ്രോ, ഞാൻ ഗ്യാങ്ങിൽ കയറുന്ന കാര്യം ഞാൻ SRK ചോദിച്ചായിരുന്നു. ബട്ട് പുള്ളി വാസവണ്ണം വരുമ്പോ അവനെ തന്നെ ഗ്യാങ്ങിൽ നിന്ന് കിക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ റെക്കമെൻഡ് ചെയ്യുന്നത് വേറൊരാളെ. ഓൾറെഡി നമ്മുടെ സ്ലോട്ട്സ് എല്ലാം ഫുള്ളാ മനസ്സിലാണേ. നമ്മൾ ഓൾറെഡി ഒരു അനൗൺസ് ചെയ്യാത്ത 2 റിക്രൂട്ട്മെന്റ്സ് ഓൾറെഡി TVയിലുണ്ട്. ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അത് പയ്യെ സൂൺ അനൗൺസ് ചെയ്യും. ഓൾറെഡി നമ്മുടെ സ്ലോട്ട്സ് എല്ലാം ഫുള്ളാ. അതെ, ഓൾ ദ ബെസ്റ്റ്. സിറ്റിയിലേക്ക് വെച്ച് കാണാം. ഓക്കെ. അതായിരുന്നോ? അതൊക്കെ ഉടനെ അറിയും. ഗ്യാങ്ങിലുള്ളവർക്ക് ഇവിടെ കയറാനുള്ള ഇത് അതൊരു 1.5 റിക്രൂട്ട്മെന്റ് ആണ്. ബോബിയൊക്കെ പുള്ളിയുടെ ബെഡ്റൂമിലായിരിക്കും. പിന്നെ എന്താടാ? നമ്മളെ ഗ്യാങ്ങിലുള്ളവർക്ക് ഇവിടെ കയറാനുള്ള ഇത് കൊടുക്കണ്ടാണ് സത്യമായി. പിന്നെ ഇപ്പോഴേ ആ ഐലൻഡിൽ പോയി ബെഡ്റൂമിൽ കയറി ഇല്ല, ഞാൻ ടിവിയുടെ സ്പേസ് ഞാൻ ഓൾറെഡി ലോക്കാക്കി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീക്കൊന്നും കേറണ്ട. ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം മതി. നിനക്കൊക്കെ ഒരു മറ ഇല്ലാഞ്ഞിട്ട് തന്നെ നിന്റെയൊക്കെ കുണം ഞാൻ കാണണം. ഇനി ഒരു മറയുള്ള ഗേൾഫ്രണ്ട് ഇല്ലാത്തവർക്ക് ഓക്കെ ആണ്. അങ്ങനെ ആർക്കും കൊടുക്കില്ല. ഗേൾഫ്രണ്ട് ഇല്ലാത്തവർ അപ്പൊ ടിവിയിൽ ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ ഇരിക്കണം അല്ലേ? നമ്പർ തന്നെ ഇപ്പൊ പറയാ. നാളെ ഫ്രണ്ടിനെ കൂടെ നടക്കുന്നവന്മാരെ ചിരിവരുന്നാളെ. നീ വിശ്വാസത്തെ കുറിച്ചത് പറയല്ലേ, ചിരി വരുന്ന ഹോബി. എന്റെ പേര് ഡയമണ്ട്. കൊറേ ഫോട്ടോസ് ഉണ്ട്. ലവ് യു ടു ബ്രോ. ലവ് യു ടു ഡ്രാക്കുള. സബ്ഗുരു ഒന്നൊരു ജീവിയെ ബ്രിജു ഒക്കെ ഉടനെ വരും.